ലാസ്റ്റ് ടൈം വാവുപ്പാറയിൽ പോയപ്പോൾ തീരുമാനിച്ചതാണ് ഈ ജാനകിക്കാട്ടിലൊന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജാനകിക്കാട്ടിലെത്തി. ഇത് എൻട്രൻസ് ആണെന്ന്. ഇവിടുന്ന് ഒരു 40 രൂപ ടിക്കറ്റ് എടുത്ത് വേണം കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. തുടക്കത്തിലെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പാലിക്കേണ്ട ചിട്ടകൾ. വഴിയൊക്കെ കരിങ്കല്ല് പാവിയിട്ട് നടപ്പാതൊക്കെ ഇത്തിരി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പടുകൂറ്റൻ മരങ്ങൾ തിങ്ങിയ കാടാണ്. ഈ കാടിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. ഒരു ജാനകി എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ച അവിടെ വെച്ച് തന്നെ അവർ മരണപ്പെട്ടു എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ഉള്ളിലേക്ക് നടങ്ങാൻ തുടങ്ങി. സൈഡിലൊക്കെ പക്ഷികളുടെയും പാമ്പുകളുടെയും ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മണ്ടിലി ഉണ്ട് എന്നുള്ളത് സൂക്ഷിക്കണമെന്നൊക്കെ ബോർഡുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ പുഴയിൽ നല്ല മോശമില്ലാത്ത ഒഴുക്കുണ്ടായിരുന്നു. അത് അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കണേ പുഴയിൽ ഇറങ്ങുമോ എന്ന്. എങ്കിലും ഇവിടെ വരെ എത്തിയിട്ട് പുഴയുടെ ഭംഗി കൂടി ആസ്വദിക്കണ്ടേ. അങ്ങനെ പുഴ സൈഡിൽ ഞങ്ങൾ ഇത്തിരി നേരം അവിടെ പാറക്കെട്ടിലൊക്കെ ഇരുന്ന് വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ചേ. അപ്പോൾ നല്ലൊരു ശാന്തതയായിരുന്നു ഇവിടെ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നും പോയും ഉണ്ടായിരുന്നേ. അവസാനം എത്ര കിലോമീറ്റർ നടന്നു എന്ന് തന്നെ അറിയില്ല. നടന്ന് ക്ഷീണിച്ച് ഇതാണ് അറ്റത്തെത്തി. കാടിൻ്റെ നടപ്പാത അവസാനിക്കുന്ന ഇടം എത്തിയ. ഈ വള്ളി കാണുമ്പം പിന്നെ എനിക്കൊരു വീക്ക്നെസ്സായി മാറി. അത് പിടിച്ച് ഇങ്ങനെ ഒന്ന് ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടേ ഇരുന്നേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്നിട്ടില്ലാത്തവരൊക്കെ വരണം. ഇതിൻ്റെ അവസാനം ഒരു അമ്പലമുണ്ട്. അത് ഇത്തിരി മോഡിഫൈ ഒക്കെ ചെയ്ത ഒരു ക്ഷേത്രമാണ്. അവിടെ നട അടച്ചത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പതുക്കെ കാടിറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞ്